അത് ബ്രോ, നമുക്കൊരു കാര്യം ചെയ്താലോ? ഇപ്പൊ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം. ആൾക്കാരില്ലാത്ത സ്ഥലത്ത് പോയിട്ട് നമുക്ക് അവിടെ നിന്ന് പറയാം. അതെന്ന് വെച്ചാല് ആൾക്കാരെ കേട്ട കുറച്ച് പ്രശ്നമുള്ള പരിപാടിയാണ്. അപ്പൊ നമുക്ക് ദൂരമായിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് പറയാം. വിധു ബ്രോ, നമുക്ക് കുറച്ച് ദൂരെയുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോവാം. അപ്പൊ ഗൈസ്, നമ്മള് റോഡ് സൈഡിലെത്തി. ചെക്കൻ എന്തോ കാര്യം പറയാണ്ട്. ചെക്കൻ പറഞ്ഞെന്താ വെച്ചാല് കുറച്ചുകൂടി ആരും അറിയാത്ത സ്ഥലത്ത് പോകാനാണ്. നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് നോക്കാം എന്താ പറയാൻ പോകുന്നതെന്ന്. വിധു ബ്രോ മുമ്പിൽ വിട്ടോ, ഞാൻ ബാക്കിൽ വരാം. ബ്രോ ഞാൻ പോവാണേ. എടാ കുറച്ച് മെല്ലെ പോടെ, ഇവരെന്ത് പോക്കാ പോന്നെ. ഗസ് എന്നാലും എന്നായിക്കും ഓന് പറയാനല്ലേ. എന്നാലും പോയോക്കാ, എന്തോ വലിയ കാര്യമാണ് എന്തായാലും പറയാൻ പോന്നെ. എന്തായാലും അവിടെ എത്തിയിട്ട് നോക്കാം ഗൈസ് എന്താ സംഭവം. എന്തായാലും അവൻ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ തോന്നിട്ടോ നിർത്തുന്നേ. ഓക്കെ, വണ്ടി നിർത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും വണ്ടി മെല്ലെ ഒന്ന് പാർക്ക് ചെയ്യാം ഗൈസ്. പിന്നെ ഞാൻ ഡ്രിഫ്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് പഠിച്ചു കേട്ടോ, ഞാൻ ഒന്ന് കാണിച്ചു തരാം, കണ്ടോളെ. കണ്ടാ ഗൈസ്, കണ്ടാ ഞാൻ മെല്ലെ ഒന്ന് റിവേഴ്സ് എടുക്കട്ടെ. ഇതാ ഓനാടെ നിർത്തിയിട്ടുണ്ട്, മെല്ലെ പോവാ നമുക്ക്. എന്തായാലും ഗൈസ്, നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ മെല്ലെ ഒന്ന് പാർക്ക് ചെയ്യാം. അതാ ഓൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്ക്. ബ്രോ, ഞാനന്ന് ബ്രേക്ക് പിടിച്ചപ്പോ ബ്രോ ഡ്രിഫ്റ്റ് ആയില്ലേ? ആ ഡ്രിഫ്റ്റ് ആയപ്പോ ടയർ പോയി എന്ന് പറഞ്ഞിട്ട് ബ്രോ എന്തൊക്കെയായിരുന്നു അന്ന്. എന്തായാലും ഞാൻ പറയാൻ വന്ന കാര്യം ഞാൻ എന്തായാലും പറയാം. ബ്രോ വണ്ടി ഇറങ്ങി. ഓക്കെ ബ്രോ എന്തോ ബ്രോ പറഞ്ഞോണ്ട് എന്തെങ്കിലോ. എന്താ? ഒന്നുമില്ല എന്റെ പൊന്നോ. ഒന്നുമില്ലേ? പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നേ? ബ്രോ അല്ലേ പറഞ്ഞ എന്തോ വലിയ കാര്യം പറയാണ്ട്, ആരും അറിയരുത് എന്നെല്ലാം പറഞ്ഞേ. ബ്രോ, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എന്നുവെച്ചാൽ ഇത് ബ്രോ ഞാൻ പറഞ്ഞു തുടങ്ങിയതിന് ശേഷം ബ്രോ ഒന്നും മിണ്ടാൻ പാടില്ല. ഇത് കുറച്ച് ലെങ്ത് ഉണ്ട്, കുറെ പറയാനുണ്ട്. ബ്രോ സത്യം പറഞ്ഞാല് ഞാൻ പണ്ട് ഒരു മൂന്നാറിലേക്ക് ഒരു ട്രിപ്പ് പോയിരുന്നു. ട്രിപ്പ് പോയപ്പോ ഞാൻ ആടുന്ന ഒരു കുഞ്ഞ് ടൈം പീസ് വാങ്ങിയിട്ട് ഇപ്പൊ 1-2 കൊല്ലായി. ഇപ്പോ ഞാൻ വെറുതെ അത് വണ്ടിയിലൊക്കെ വെച്ച് പിന്നെയാണ് മനസ്സിലായത് അതൊരു ടൈം ട്രാവലർ മെഷീൻ ആയിരുന്നു ബ്രോ. അത് ഞാനിപ്പോ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ച് കാലമായി, അതായത് 1-2 കൊല്ലമായിട്ടുണ്ടാവും. പിന്നെ ഞാൻ അധികം അത് യൂസ് ചെയ്യാൻ നോക്കിയിട്ടൊന്നുമില്ല. എനിക്ക് കുറച്ച് പേടിയായിരുന്നു, എന്നുവെച്ചാൽ എന്തെങ്കിലും പ്രശ്നമായാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അത് കിട്ടിയതിന് ശേഷം ഞാൻ അതിനെപ്പറ്റി കുറച്ച് റിസർച്ച് ചെയ്യാനൊക്കെ നിന്നിരുന്നു. പിന്നെ വലിയ പ്രശ്നമൊക്കെ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അതും വിട്ട്. പിന്നെ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് പീഡിയക്കാരനില്ലേ ഞാൻ വാങ്ങിയേ, അത് മൂന്നാറിനായിരുന്നു വാങ്ങിയത് സോളോ ട്രിപ്പ് പോയപ്പോൾ. അപ്പോൾ ഈ അയാൾക്ക് ഇങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ദിവസം മുന്നേ അയാൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് എനിക്കൊരു കത്ത് തന്നിട്ട് എൻ്റെ ആ ടൈം പീസ് അടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് എനിക്ക് ഓരോ ക്ലൂ തന്നിട്ട് എന്നെ അങ്ങോട്ട് എത്തിക്കാനുള്ള ഒരു പരിപാടിയാണ്. അതെനിക്ക് മനസ്സിലായി. അങ്ങോട്ട് എത്തിയാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമോ എന്ന് എനിക്കൊരു പേടി. അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ വൈകിട്ടൊന്നും പോകാൻ നിന്നിക്കില്ല. ബ്രോ, ഓരോ ഉടായിപ്പ് സാധനങ്ങൾ ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല. ട്രെയിൻ ട്രാവലൊക്കെ ഒന്ന് പോവാടുന്നു. ബ്രോ എങ്ങനെയെങ്കിലും വിശ്വസിക്കണം ബ്രോ. ആദ്യം ഒന്നും ഇങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റിയില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് വിശ്വസിച്ചേ പറ്റൂ ബ്രോ. ഓക്കെ ഇനി പറഞ്ഞല്ലോ സത്യം വിചാരിച്ചോ? പക്ഷെ നമ്മളിപ്പോ എന്താ ചെയ്യണ്ടേ? ബ്രോ, കുറച്ചു കാലം മുന്നേ ഞാൻ ഇതിനെ പറ്റിയൊക്കെ ഒന്ന് റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത് അയ്യ പീഡിയക്കാരന് ഇങ്ങനത്തെ കുറെ എന്തൊക്കെയോ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിത് ആദ്യം മനസ്സിലായില്ലായിരുന്നു. പിന്നെ വലിയ പ്രശ്നമാക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അതിന്റെ പുറകെ പോകാൻ നിന്നില്ല. പിന്നെ എനിക്ക് ഒരു മാപ്പ് പോലത്തെ ഒരു പരിപാടിയായിരുന്നു ഇതിന്റെ. അപ്പൊ ഇതൊരു ക്ലൂ വെച്ച് കിട്ടുന്നതുകൊണ്ട് തന്നെ എനിക്കൊരു മൂന്നാമത്തെ ക്ലൂ എവിടെയാണെന്നറിയോ? നമ്മൾ വണ്ടി ആക്സിഡന്റ് ആയ സ്ഥലമില്ലേ, ഈ ആക്സിഡന്റ് ആയ സ്ഥലത്തിന്റെ കുറച്ചും കൂടെ മുന്നോട്ട് അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞേ. ആ വെള്ളച്ചാട്ടത്തിന് അടുത്ത് എവിടെയാണ് ഒരു അടുത്ത ക്ലൂ വെച്ചെന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ അതിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കും പറഞ്ഞ് ഒരു ടെൻഷനിൽ അപ്പാണ് ഞാൻ ബ്രേക്ക് പിടിച്ചതാ ബ്രോ. ഓക്കെ വിധു ബ്രോ, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാ. ബ്രോ പറഞ്ഞേക്കോ ഉള്ള തന്നെയല്ലേ? ബ്രോ, എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ട് പോയേക്കാം. ബ്രോ എന്നെ വിശ്വാസം ഉണ്ടോ? വിശ്വാസമല്ല ബ്രോ, ഇത് എനിക്ക് ഒരു ഉറപ്പില്ല ഇത് ബ്രോ പറയുന്നത് സത്യമാണോ. എന്നാലും നമുക്ക് പോയേക്കാം. ബ്രോ എന്തായാലും വണ്ടി കയറി നമുക്ക് എന്തായാലും ആ സ്ഥലത്തൊന്ന് പോയേക്കാം. എവിടെയാ സ്ഥലം എന്ന് എനിക്ക് ഓർമ്മയില്ല. ബ്രോ, സ്ഥലമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എന്തായാലും ഒരു കാര്യം ചെയ്യാം ബ്രോ, നമുക്ക് എന്തായാലും വിടാം. ബ്രോന് അറിയില്ലേ നമ്മളെ ആക്സിഡന്റ് ആയ സ്ഥലം? ബ്രോ പോവാ. പിന്നെ ഒരു കാര്യം ബ്രോ ആ ടൈം ട്രാവലർ യൂസ് ചെയ്തിക്കോ? ബ്രോ, ഞാൻ ഇത് ഒരു വട്ടം യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ടൈമില്ല ബ്രോ, നമുക്ക് എന്തായാലും പോവാം. ബ്രോ എന്നാ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞോ, നമുക്ക് എന്തായാലും ഇപ്പം പോവാ. ഗൈസ്, വിധു ബ്രോ പറയാൻ എന്താ വെച്ചാൽ ട്രെയിൻ ട്രാവലൊക്കെ ഉണ്ട് എന്നല്ല. എനക്കൊന്നും അറിയില്ല ഗൈസ്, ഇവനെന്തല്ലേ ഈ പറയുന്നേ. ചെക്കനങ്ങ് പോയി, ചെക്കൻ്റെ വയ്യെ തന്നെ ഒന്ന് പോവാ ഗൈസ്. ചെക്കനെ കാണുന്ന പോലും ഇല്ല, ഇവനവിടെ പോയി. നമുക്കെന്തായാലും അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഓക്കെ, നമ്മളെന്തായാലും കഴിഞ്ഞ പ്രാവശ്യം പാർക്ക് ചെയ്ത് അതേ സ്ഥലത്ത് തന്നെ പാർക്ക് ചെയ്ത് വെച്ചിക്ക്. ഓക്കെ, വിധു ബ്രോതോ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയൊക്കെ എന്തെങ്കിലും കിട്ടിയാലോ? ഹരി ബ്രോ, എനിക്ക് തോന്നുന്നത് അയാൾ പറഞ്ഞ വെള്ളച്ചാട്ടം എവിടെയായിട്ടുണ്ട്. ഇപ്പൊ ഈ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ആയിട്ട് ഉണ്ടാവും മാപ്പ്. നമുക്ക് ഇവിടെ ആയിട്ട് എവിടെയെങ്കിലും തപ്പി നോക്കാം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കാട്ടിന്റെ എവിടെയെങ്കിലും ഉണ്ടാവാനാണ് ചാൻസ്. ബ്രോ എന്നാ ഇവിടെ തപ്പിയോ? നമുക്ക് കുറെ സമയം എടുക്കുമല്ലോ ഗൈസ്, സംഭവം കിട്ടിയിട്ട് കാണാം ഗൈസ്. ഓക്കെ
ഇത് ബ്രോ നമുക്ക് തിരിച്ചു പോവാ ബ്രോ. ഇവിടെ ഒന്നും കാണുന്നില്ല. കിട്ടി ബ്രോ കിട്ടിയാ എന്നാ നേരെ അങ്ങ് പോവാ. കാര്യം ചെയ്യാം, ഈ സാധനം നമുക്ക് ബ്രോന്റെ വണ്ടീന്റെ ബോണറ്റിന്റെ മുകളിൽ വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ആരും കാണണ്ട, വേഗം പോവാം. എന്നാ ഇത് ബ്രോ നമുക്ക് നേരെ കാറിന്റെ അടുത്തേക്ക് വേഗം പോവാ. ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ഒന്നാമത്തെയും രണ്ടാമത്തെയും ക്ലൂ എടുക്കാൻ മറന്നുപോയി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ മൂന്നാമത്തെ മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ മൂന്നാമത്തെ മാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ബ്രോ എന്തായാലും കാറിന്ന് ഇറങ്ങുക. അത് പിന്നെ ബ്രോ ഹാൻഡ് ബ്രേക്ക് കിട്ടിയില്ല, അത് നോക്കിയതാ. ബ്രോ എന്തായാലും നമുക്ക് ഇപ്പൊ കിട്ടിയ മാപ്പൊക്കെ എന്തായാലും നമുക്കൊന്ന് ഇവിടെ വെച്ചൊന്ന് നോക്കാം. എന്നാ വേഗം വെക്ക്, എന്റെ കയ്യിലില്ലേ. ഇപ്പൊ ഉള്ളത് ഈ 3 മാത്രമേ ഉള്ളൂ. രണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് വെച്ച് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഇപ്പൊ എൻ്റെ വീട്ടിൽ പോയി എടുക്കുമ്പോഴത്തേക്കും കുറേ സമയം പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം ഇങ്ങനെയൊക്കെ നോക്കി കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് അയാളുടെ സ്ഥലത്തേക്ക് വേണ്ടി പോവാൻ. അതുകൊണ്ട് വേഗം നോക്കി മനസ്സിലാക്കാം. എടാ നിനക്കിത് മനസ്സിലാവും, പക്ഷെ എനിക്ക് മനസ്സിലാകുന്നില്ല. യെസ് ബ്രോ, കിട്ടി സ്ഥലം കിട്ടി. നമുക്ക് സ്ഥലം കിട്ടി ബ്രോ. ഇത് എവിടെയാന്ന് വെച്ചാൽ ഞാൻ ഈ മാപ്പിൽ മാർക്ക് ചെയ്യാം. ബ്രോന്റെ കയ്യിൽ മാപ്പ് വെച്ചോ. എനിക്കിപ്പോൾ സ്ഥലം മനസ്സിലായി, നമുക്ക് അങ്ങോട്ടേക്ക് വിടാം. സ്ഥലം കിട്ടി, ഞാൻ മാപ്പ് കാണിച്ചുതരാ. ഏകദേശം ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഇതെന്താ സ്ഥലം എന്നൊന്നും അറിയില്ല. ഓക്കെ, മാർക്ക് ചെയ്യാം നമുക്ക് എന്തായാലും. ഏകദേശം നല്ല ദൂരമുണ്ട്. ചെക്കൻ പോകുന്നുണ്ട്. എന്തായാലും പകുതിയോളം എത്തിയിട്ട് കാണാം ഗൈസ്. നല്ല ടൈം എടുക്കും ഇത്. ഓക്കെ ഗൈസ്, നമ്മൾ ഇപ്പോൾ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുക. വണ്ടിക്ക് അറിയാലോ പെട്രോൾ അടിക്കണല്ലോ. ചെക്കനിടയും ചോദിച്ചാൽ ചെക്കൻ അത് അപ്പുറത്തെ ഭാഗത്ത് വയ്ക്കി. നല്ല വിശപ്പ്, അപ്പോൾ അവനപ്പുറം പോയിട്ടുള്ളത്. നമുക്കതായാലും ഓനെയും കാത്ത് നിൽക്കുക. അപ്പോൾ ഗൈസ് വണ്ടി ഫ്യൂലും കാര്യങ്ങളൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ചെക്കനടുത്ത് പോയോ, ചെക്കനെ കാണുന്നില്ല, കുറേ നേരമായി. ഇതെന്താ ഇവന് ഇവിടെ നിൽക്കുന്നേ? ഇവന്തിനല്ലേ പറഞ്ഞേ വേഗം പോണ സമയമില്ലാന്ന്. ഡാടാ എന്താ സംഭവിച്ചെന്നാ വണ്ടിയുടെ? ഹരി ബ്രോ, ഒരു പ്രശ്നം പറ്റി. എൻ്റെ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വണ്ടി തന്നെ ബാക്കി അങ്ങോട്ടേക്ക് വിടാം. ഓക്കെ ശരി ഇതാ ഞാൻ വണ്ടി എടുത്ത്. എന്താ വണ്ടിക്ക് എന്താ പറ്റിയേ? ഹരി ബ്രോ, ഈ റോഡുമിലൊക്കെ കണ്ട ഒരു കല, അത് എൻ്റെ വണ്ടീൻ്റെ ബ്രോ. എൻ്റെ ബ്രേക്കിന് എന്തോ പറ്റി. അങ്ങനെ ബ്രേക്ക് പിടിച്ച് എങ്ങനെയൊക്കെയോ അവിടെ എത്തിയതാ. എൻ്റെ വണ്ടിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. എന്താ നമുക്ക് അറിയില്ല. നമുക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് ആരെങ്കിലും വർക്ക്ഷോപ്പിൽ നിന്ന് ആരെങ്കിലും വിളിക്കുക. ഓക്കെ എന്നാ അങ്ങനെ ചെയ്യാ. അല്ല ഇനി വണ്ടീന്റെ താക്കോലെടുത്തിക്കാ. അയ്യോ ഹരി ബ്രോ, ഞാൻ ഒരു കാര്യം മറന്നു. വണ്ടീന്റെ താക്കോലെടുക്കാൻ മറന്നുപോയി. പക്ഷെ പേടിക്കണ്ട, എങ്ങനെയെങ്കിലും നമുക്ക് ടൈം ട്രാവലിലെ മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈം ട്രാവൽ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വന്നിട്ട് ആ വണ്ടി എടുത്തിട്ട് തിരിച്ചു പോവാലോ. അല്ലടാ, ട്രെയിൻ ട്രാവല് കിട്ടിയില്ല ഞാൻ എന്താക്കൂ? അല്ല 3G ആവൂലേ ബ്രോ? എന്തായാലും നമ്മൾ 3G ആവൂലേ ബ്രോ? നമുക്ക് എന്തായാലും കിട്ടുമായിരിക്കും. പോലീസ് ആണെങ്കിലും വട്ടാകളാണെങ്കിലും അല്ലെങ്കിൽ ഓൻ്റെ ഗുണ്ടകളാണെങ്കിലും നമ്മൾ ടൈം ട്രാവൽ മിഷനും കൊണ്ടേ വരും. വലിയ മാസൊക്കെയാണല്ലോ. അവിടെ എത്തിയാൽ ഇങ്ങനെ തന്നെ വേണം കേട്ടാ. അതെല്ലാം വിട്. ഈ മാപ്പ് നോക്കിട്ട് പറ ഏടിയാന്ന്. നമ്മളിപ്പോ ഏടിയല്ലോ എത്തിയേക്ക്. ഞാൻ മാപ്പ് നോക്കിയതിന്റെ പോന്നേ. ഞാൻ കറക്റ്റ് പറ. എടാ, ഇവിടുന്ന് റൈറ്റിലോട്ട് വളയ്ക്കുക. എൻ്റെ ആടുന്ന് വീണ്ടും റൈറ്റിലോട്ട് വളച്ചിട്ട് നേരെ പോവാനാ പറയുന്നത്. ഓക്കെ ഇപ്പൊ കറക്റ്റ്. എടാ പോലീസാന്നോ? എടാ പോലീസ് എടാ സീന്. ആരും ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല, നമുക്ക് വേഗം പോവാ. ആടാ ഇവിടെയാൻ തോന്നുട്ടാ. എടാ വണ്ടിക്ക് എന്താ ബ്രേക്ക് ഇട്ടാത്ത പോലെ. എടാ വണ്ടിക്ക് ബ്രേക്ക് എടുത്തില്ല. എനിക്ക് വല്ലാത്ത തല കറക്കാൻ പോലെ. ഇതാ സ്ഥലം, കണ്ണും കാണുന്നില്ല, ചെവിയും കാണുന്നില്ല. അയ്യോ പോലീസ് സ്റ്റേഷൻ, അയ്യോ ഓടിക്കോ. എന്തോ പോലീസ് സ്റ്റേഷനേ? എടാ പോലീസ് സ്റ്റേഷൻ. അയ്യോ എടാ ഓടല്ല. പോലീസുകാർ പറഞ്ഞു മനസ്സിലാക്ക്, ഞാൻ വക്കീലുമായി വരാം. പോലീസ് ആണെങ്കിലും വട്ടാകളാണെങ്കിലും അല്ലെങ്കിൽ ഓന്റെ ഗുണ്ടകളാണെങ്കിലും നമ്മൾ ടൈം ട്രാവൽ മിഷനും കൊണ്ടേ വരും. പോലീസ് സ്റ്റേഷനായത് ചെക്കനത് ഓടിപ്പോകുന്നത്. പോലീസ് സ്റ്റേഷനിൽ കാർ ഓടിച്ചേട്ടെ, കാറും പോയി. അയ്യോ